ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡാബ സ്റ്റൈൽ പനീർ മഷ്റൂം മസാലയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വെച്ചാൽ നമുക്ക് ചപ്പാത്തി, പറാട്ട അല്ലെങ്കിൽ നോർമൽ റൈസിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ നല്ല അടിപൊളി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും അത് 200 ഗ്രാം ഞാൻ മഷ്റൂം എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാനായിട്ട്. മഷ്റൂം അത് ഒത്തിരി മണ്ണും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. ഇനി നമുക്കൊരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി സോട്ടേ ആയി കഴിയുമ്പോൾ 2 സവാള പൊടിയായി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറായി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. സവാളയൊക്കെ നന്നായിട്ടൊന്ന് ആയി വഴണ്ട് വരണേ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചുമക്കെ വഴണ്ട് വരുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഉപ്പും ഇട്ട് കൊടുക്കണേ. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കളർ ആവണം കേട്ടോ സവാളയൊക്കെ. എന്നിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് 2-3 പച്ചമുളക് നമുക്ക് എങ്ങനെ എരിവ് കഴിക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാൻ. മക്കളൊക്കെ പച്ചമുളക് എരിവ് അധികം കഴിക്കാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ 2-3 പച്ചമുളക് ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനാണെങ്കിൽ 2 തക്കാളിയുടെ പ്യൂരി റെഡിയാക്കി വെച്ചു. മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തേക്കുന്നത് കേട്ടോ തക്കാളിയിൽ നിന്ന്. അപ്പോൾ അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ലോ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചു അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും, പിന്നെ 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത്രയും സാധനം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പോൾ നല്ല ഡ്രൈ ആയിരിക്കുകയാണെങ്കിൽ ഇച്ചിരി വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഡ്രൈ ആയി തോന്നുന്നില്ല, അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇത് നമുക്ക് അടച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് അല്ലെങ്കിൽ മസാലയൊക്കെ ഒന്ന് വെന്ത് എണ്ണയ്ക്ക് തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് ഇച്ചിരി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് മഷ്റൂം അരിഞ്ഞ് വെച്ചേക്കുന്നില്ലേ, അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് കൂട്ടാൻ ഉണ്ടാക്കുവാണെങ്കിലും മസാലയ്ക്കകത്തൊന്ന് 2-3 മിനിറ്റത്തേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടി കിട്ടും കേട്ടോ നമുക്ക് എപ്പോഴും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് നന്നായിട്ട് 2-3 മിനിറ്റത്തേക്ക് അല്ലെങ്കിൽ സൈഡിൽ നിൽക്കുന്ന എണ്ണ തെളിഞ്ഞ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. താഴെ നിന്നൊക്കെ കുറച്ച് ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ. ഇന്ന് മക്കൾക്ക് സ്കൂളിലാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഇന്ന് അവധി കൊടുത്തേക്കുവാ കേട്ടോ. മഴയില്ലേ, അത് കാരണം കൊണ്ട്. അപ്പോൾ താഴെ അവർ ക്രിക്കറ്റ് കളിക്കും, അതിൻ്റെ ഒച്ചയായി കേൾക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ചൂട് വെള്ളം 1 കപ്പ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമുക്കൊരു 5 മിനിറ്റത്തേക്ക് നന്നായിട്ടൊന്ന് ഒരു തള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി ഇനി നമുക്കൊന്ന് അടച്ച് ഒന്നും കൂടെ ഒന്ന് വേവുന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ നേരം കുറച്ച് പനീർ ഞാൻ എടുത്തിട്ടുണ്ട്. 100 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാൻ എടുക്കുക, അതിന് കുറച്ച് എണ്ണയും കുറച്ച് ബട്ടറും ഇട്ട് കൊടുക്കുക. പിന്നെ പനീർ ഞാൻ ക്യൂബ്സാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് നന്നായിട്ട് 2 സൈഡൊന്നും ബ്രൗണിഷ് കളറായി വരുന്നത് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അല്ലാത്ത പാൻ ആണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ പനീർ നമുക്ക് അകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. തിരിച്ച് കടായിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂട്ടാനൊക്കെ വെച്ചിട്ട് അത് നന്നായിട്ട് പാകത്തിന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് അകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വീട്ടിലത്തെ പാൽപ്പാടയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ ഈ വീട്ടിലത്തെ പാൽപ്പാടകൾ ഇപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കാണെങ്കിൽ ഒരു 5 മിനിറ്റത്തേക്ക് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് അടച്ച് വെക്കാം കേട്ടോ. മസാലയൊക്കെ ഒന്ന് പിടിച്ച് എണ്ണയൊക്കെ ഒന്നും കൂടെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത്രയും ഗ്രേവി മതി കേട്ടോ. ഇനിയിപ്പോൾ ആണെങ്കിൽ അത് ഒന്ന് നടക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഈ പാകത്തിന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ വെതറിക്കഴിഞ്ഞാൽ നമ്മുടെ ദാബ സ്റ്റൈൽ പനീർ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്ന കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.